ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് വലയിടാൻ പോവുകയാണ്. ഇപ്പം സമയം ഒരു 3:30 ആയിട്ടുണ്ട്. വൈകിട്ട് വെളുപ്പിനെ ഒരു 3:30 നമുക്ക് പോയി ഒന്ന് വലയിടാം. ഈ സമയത്താണ് നമ്മൾ വലയിടുന്നത്. ഏറ്റവും ഇറക്കവും നിലച്ച് നിൽക്കുന്ന സമയമാണ്. പോയി വലയിടാം. നമ്മൾ 2 വലയാണ് ഇടുന്നത്. എന്നിട്ട് 4 കുറ്റി വേണം. ഇന്നലെ വൈകിട്ട് നല്ല മഴയായ കാരണം നല്ല കാറ്റും ഉണ്ടായിരുന്നു. നമ്മുടെ ഈ വലയ്ക്ക് നാട്ടുന്ന കുറ്റിയൊക്കെ വീണുപോയി. ഈ 2 വലയാണ് നമ്മൾ ഇടുന്നത്. രണ്ട് വല നമ്മൾ എടുത്തിട്ടുണ്ട്. കുറ്റി നാലെണ്ണം. കുറ്റി നാട്ടി കെട്ടിയാൽ വല നിൽക്കത്തുള്ളൂ. കാര്യം നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പേ ഇറക്കം തുടങ്ങിയാൽ വലയങ്ങ് ഒഴുകിപ്പോവും. ഇനിയിപ്പം നമുക്ക് വലയിടുന്ന സ്ഥലത്ത് ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ. ഓക്കെ, നമ്മൾ വലയിടാൻ അങ്ങോട്ട് ഇടേണ്ട സ്ഥലത്തേക്ക് പോകുമ്പോൾ മഴ ചാറാൻ തുടങ്ങി. മഴ തുടങ്ങുക. കിഴക്കുന്ന് കാറ്റുണ്ട്. ഇപ്പം മഴ ഏത് നിമിഷവും പെയ്യും. അതായത് നമുക്ക് വലയിടാം. ഈ ഭാഗത്തുനിന്ന് നമ്മൾ നേരെ അക്കരയ്ക്ക് വല ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും നിന്നില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ വലയിടുക. ഒന്ന് കാറ്റുള്ളതുകൊണ്ട് വള്ളം പിടിച്ച നിൽക്കാൻ പാടാം. എന്തായാലും നമുക്ക് വലയും കൊണ്ടിടാം. വല ഇന്ന് ശകലം വെള്ളം തിരിച്ചൊന്ന് നിൽക്കട്ടെ. നമ്മൾ വല നേരെ ആറിനക്കരയ്ക്ക് അങ്ങ് ക്രോസ് ചെയ്യുകയാണ്. ഇതിപ്പോൾ നമ്മൾ അക്കരയ്ക്ക് അങ്ങ് ഇടുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ വല ഇട്ട് കഴിയുമ്പം കാണാം. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ വല ഇവിടെ ഇട്ട് കഴിഞ്ഞു. കുറ്റി നാട്ടി ഇത് ഒന്ന് കിട്ടാം. ഇനിയിപ്പം നമ്മൾ നോക്കുക, ഇറക്കം തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് വല വലിക്കണം. വലിയ താമസം ഉടനെ തന്നെ വലിയ ഏറ്റം വന്നിടിച്ച് ഇറക്കം തുടങ്ങുക എന്ന് പറഞ്ഞാൽ എളുപ്പം തുടങ്ങും. അപ്പോൾ ഏതായാലും നമ്മൾ അത് നോക്കി നിൽക്കുകയാണ്. കടയിൽ തന്നെ നമ്മൾ നോക്കി നിൽക്കും. ഇറക്കമാകുമ്പോഴേക്കും ഇറക്കം തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ വല വലിക്കും. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ വലയെടുക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ വലയിട്ടിട്ട് ഒത്തിരി സമയമായില്ല. കൂടി വന്നാൽ ഒരു 15 മിനിറ്റ് കൂടുതലായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റം നിന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇറക്കം തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പടിഞ്ഞാട്ട് ഒഴുക്ക് തുടങ്ങി നമ്മൾ പോയി വലയെടുക്കാം. ഇതുകൊണ്ട് നമ്മൾ വല നിൽക്കുന്നത്. പോളയൊക്കെ പടിഞ്ഞാട്ട് ഒഴുകി പോകുന്നുണ്ടോ? ഇത്രയും ഒഴുക്കായി. പുഴക്കൂട്ടം പറ്റുന്നുണ്ട്. വല നല്ല ടൈറ്റില്ല. എന്തായാലും നമുക്ക് വലിക്കാം.
നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്ര എളുപ്പം ഒഴുക്കങ്ങനെ വീഴുമെന്ന്. വല ഇട്ടിട്ട് നമ്മൾ ഒത്തിരി സമയമായില്ലല്ലോ, അതാണ് ഇതിനകത്തെ മെയിൻ കാര്യം. നമുക്കൊരു കുറുവയാണ് കിട്ടുന്നത്. ഒത്തിരി സമയമാകാത്തതുകൊണ്ട് വല ഇട്ടിട്ട് കുറേ സമയം നിന്നാലേ മീൻ കിട്ടത്തുള്ളൂ. അടുത്ത് തൂടി ഒഴുക്കായിപ്പോയിരുന്നു, അതാണ് മെയിൻ വിഷയം. നമ്മുടെ കണക്കൂട്ടൽ തെറ്റിപ്പോയി. ഒരു കോല ഒരു തുള്ളി വീണ്ടും തുള്ളിയുടെ ഫസ്റ്റത്തെ വല നമ്മൾ എടുത്തു കഴിഞ്ഞ് നമുക്കിതിൽ ഇത്ര മീനേ കിട്ടിയുള്ളൂ. നമുക്കിനി അടുത്ത വല പോയി എടുക്കാം. എന്താ നമ്മൾ അടുത്ത വല വലിക്കാൻ വന്നിരിക്കുക. ഇത് കണ്ടില്ലേ, ഒഴുക്കുണ്ടോ, പടിഞ്ഞാട്ട് ഒഴുക്കുന്നുണ്ടോ, ഇത്ര ഒഴുക്കായി. ഇതാണ് നമുക്ക് മീൻ കുറവ്. ഏതായാലും നമുക്ക് ഈ വല വലിക്കാം. ഓള വെള്ളം ഇവിടെ എങ്ങാണ്ട് ശകലം ഉടക്കി നിൽക്കുക. വിട്ട് വല കീറി പോരുക. ഫസ്റ്റിൽ ഇതൊരു നല്ല തൂളിയായിട്ട് ഇവിടെ കിടന്ന് ഓടുന്നുണ്ടായിരുന്നു, പക്ഷെ അത് പോയി, പറഞ്ഞു പോയി. നമ്മൾ ഈ വല വലിച്ച് തീരാറായി. ഇത് നമുക്ക് 3 തൂളിയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. നോക്കാം ഇതേ അടുത്ത്. വല വലിച്ച് നമ്മൾ ഇക്കരെ ഇറമ്പിലായി. അടുത്ത് നമ്മൾ ഒത്തിരി മീൻ കിട്ടും. മീൻ്റെ കാര്യം, മീൻ്റെ പണി ഇതൊക്കെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും സംഭവിക്കുകയില്ല. ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കൂടുതൽ മീൻ കിട്ടും. ഇതൊക്കെയാണ് മീൻ്റെ കാര്യങ്ങൾ. നമ്മൾ വല മൊത്തം അടിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് വീട്ടിൽ കടയിലോട്ട് ചെന്നിട്ട് നമുക്ക് എന്തുമാത്രം മീൻ കിട്ടിയെന്ന് നോക്കാം. പോവാം, വീട്ടിലോട്ട് പോവാം. നമുക്കിനി മീൻ എടുക്കാം. മീൻ ജീവനുള്ള മീനാണ്. വീണ്ടും വലയാണ് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ മൊത്തം മീനും എടുത്തിട്ട് കാണാം. ഓക്കെ, നമ്മൾ ഈ 2 വലയിലെ മീനൊക്കെ എടുത്ത് ഈ വലയിൽ നിന്ന് കെട്ടി വെച്ചിട്ട് നമുക്ക് എന്തുമാത്രം മീൻ കിട്ടിയെന്ന് നോക്കാം. ഇന്ന് നമുക്ക് കിട്ടിയ മീനാണ് ഇത്ര മീനേ നമുക്കിന്ന് കിട്ടിയുള്ളൂ. തൂളിയുണ്ട്, കുറുവായുണ്ട്. ഇത് കിട്ടിയൊരു മുരശാണ്. കോലായും മുരശും തമ്മിൽ വ്യത്യാസമുണ്ട്. കോലായുടെ 2 ചുണ്ടും ഒരുപോലെ നീണ്ടു നിൽക്കും. ഇത് ഇടയ്ക്ക് കണ്ടത് ഉണ്ടോ, ഒരു ചുണ്ട് കാൽ കുറച്ച് സ്ഥലം വരെ ഉണ്ട്. ഇതാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ച. നിങ്ങളുടെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ല കാഴ്ചയായിട്ട് വീണ്ടും വരാം.